സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളൊരു സഞ്ജു സാംസൺ ഫാനാണ്, രാജസ്ഥാൻ റോയൽസ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കുക. 700 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഇന്ന് റയാൻ പരാഗിനോട്, അതായത് എന്തുകൊണ്ടാണ് ഇന്ന് 3ാം സ്ഥാനത്തേക്ക്, സാധാരണ 4ാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. അതായത് ഒരു ഫിനിഷറിൻ്റെ റോളിലൊക്കെ വന്നുകൊണ്ടിരുന്ന റയാൻ പരാഗ് 4ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ അത് മാനേജ്മെൻറ്റ് തീരുമാനമായിരുന്നു എന്ന് റയാൻ പരാഗ് പറഞ്ഞത്. ബട്ട് 4ാം സ്ഥാനത്തേക്ക് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. വേറെ ലെവൽ രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. ബട്ട് അദ്ദേഹം ഇപ്പോൾ ഇന്നൊരു പ്രൊമോഷൻ കിട്ടി 3ാം സ്ഥാനത്തേക്കാണ് വന്നത്. അപ്പോൾ റയാൻ പരാഗിനോട് ചോദിച്ചു, ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു ഈ 3ാം സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലുമല്ല, മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്, കോച്ചിങ് സ്റ്റാഫിൻ്റെയും സഞ്ജു സാംസണും എല്ലാവരുടെ ക്യാപ്റ്റനൊക്കെ എടുത്ത തീരുമാനമാണ് 3ാം സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. സോ എന്തായാലും നിതീഷ് റാണ 4ാമത്, റയാൻ പരാഗ് 3ാം സ്ഥാനത്തുമായിട്ടാണ് ഇനിയും കളിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പാടും കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.